അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ പരിപാവനമായ ശവ്വാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്, ഈ സുന്ദരമായ പവിത്രമായ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും അല്ലാഹു തആല നമുക്ക് ഒരുപാട് നന്മകളും വലിയ ബറക്കത്തുകളൊക്കെ ആകാശ ലോകത്തു നിന്നും ഭൂമിയിലേക്ക് ഇറക്കുന്ന സമയമാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു തആല ആഴ്ച അടിസ്ഥാനത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം, അല്ലേ? ഇന്നിപ്പോൾ വ്യാഴാഴ്ച കഴിഞ്ഞു, ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ നമ്മൾ ചെയ്ത അമലുകൾ ഇന്നത്തെ മഗ്‌രിബോടുകൂടി അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ അമലുകളിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ അമലുകൾ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വെളുത്ത രൂപത്തിൽ പോകുമെന്നാണ്. രണ്ട് അമലുകൾ ചെയ്യുന്നത് കുറവാണെങ്കിൽ കറുത്ത രൂപത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെയ്ത നിസ്കാരം, നോമ്പൊക്കെ പോകുമെന്നാണ്. അപ്പോൾ ഏതാണ് രണ്ട് കാര്യങ്ങൾ? ഒന്നാമത്തേത് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാ. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും തോറും നമ്മുടെ അമലുകൾക്ക് അല്ലാഹു തആല മാറ്റുകൂട്ടുമെന്നാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് സ്വലാത്ത് എത്ര കണ്ട് നമ്മൾ ചൊല്ലുന്നു അത്ര കണ്ട് നമ്മുടെ അമലുകൾ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയും അതുപോലെ തന്നെ അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. സ്വലാത്ത് ചൊല്ലിയാൽ എത്രയോ നേട്ടമാണ്. യാ റബ്ബ്, സ്വലാത്തിൻ്റെ മഹത്വമൊന്നും ഞാനിനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സഹാറ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കുന്നത് പോലെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചാനൽ തുടങ്ങി അന്ന് മുതലേ സ്വലാത്തിൻ്റെ മഹത്വം പലതും പറഞ്ഞ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്, കേട്ടതാണ്. ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. സ്വലാത്ത് അതെന്തിനും പരിഹാരമാണ്, ഏതിനും പരിഹാരമാണ്. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ ദുആകൾ നമ്മൾ ഒരുപാട് കണ്ട് പറയേണ്ട സമയമാണ്, സന്ദർഭമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ മജ്‌ലിസ് തുടങ്ങാം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ കമന്റായി ദുആ ചെയ്യാൻ പറയുന്നു എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരൊരു സ്വലാത്തിലേക്ക് കടക്കാം. സ്വലാത്തുൽ ഫാത്തിമി, ഫാത്തിമ ബീവിയുടെ സ്വലാത്ത് എന്നറിയപ്പെടുന്ന ഒരു അരവരി പോലുമില്ലാത്ത സ്വലാത്ത്, ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന സ്വലാത്താണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർവഹിച്ച് കിട്ടാൻ, ഖൈറായി കിട്ടാൻ ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയാണോ പറ്റുന്നത് അത്ര എണ്ണം നമ്മൾ നിയ്യത്താക്കി ചൊല്ലിയാൽ അത് വലിയ ഖൈറിലാകും, ബർക്കത്തിലാകും, ഫതഹിലാകും, വിജയത്തിലാകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സലാമത്തിലാവാൻ, മക്കളുടെ കാര്യം, അതുപോലെ തന്നെ നമ്മുടെ ജോലിയുടെ കാര്യം, വീടിൻ്റെ കാര്യം, എല്ലാം രോഗങ്ങൾ മാറണം, എല്ലാത്തിനും വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നമുക്ക് കുറച്ച് വട്ടം ചൊല്ലിക്കോ. اللهم صل على النور وأهله 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 اللهم صل على النور وأهله
اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله സ്വഹാബിമാരുടെ കാലത്ത് ഉണ്ടായിരുന്നതും ഇന്നത്തെ ഈ കാലത്ത് നമ്മുടെ കാലത്ത് ഇല്ലാത്തതുമായ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു അമലാണ് അടിമമോചനം. പണ്ട് നബിതങ്ങളുടെ കാലത്തും സ്വഹാബിമാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അടിമയെ നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് അയാളെ വാങ്ങിച്ചിട്ട് അയാളെ മോചിപ്പിച്ചു വിട്ടാൽ അത് ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ് ദീനിൽ. പക്ഷേ ഇന്നത്തെ കാലത്ത് അടിമ സമ്പ്രദായമില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റൂല. പക്ഷേ അതുപോലെ ഒരു പ്രതിഫലം കിട്ടും ഒരു വാക്ക് പറഞ്ഞാൽ. ഏത് വാക്കാണത്? മാത്രമല്ല 100 നന്മകൾ ഉയർത്തപ്പെടും, 100 തിന്മകൾ മായ്ക്കപ്പെടും. എത്രത്തോളം? കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരും ഈ ദിക്ർ പറഞ്ഞാൽ. ഏത് ദിക്റാണ് ഒന്ന് പറഞ്ഞേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. പറയുന്ന ആളിനോട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമെന്നാണ്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അള്ളാഹു താല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റുണ്ട്. മാത്രമല്ല മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴും. പറയാൻ വളരെ എളുപ്പമാണ്. ഏതാണ് ആ ദിക്ർ? നമുക്കൊന്ന് പറഞ്ഞാലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സ്വലാത്തുകളുടെ നേതാവ്, സ്വലാത്തുകളുടെ രാജാവ്, അത് വേറെ ഒന്നുമല്ല ഇബ്രാഹിമിയ സ്വലാത്താണ്. കാരണം ഹദീത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ആ ഇബ്രാഹിമിയ സ്വലാത്ത് ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ റബ്ബേ ഞങ്ങളുടെ നേതാവാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നർത്ഥം വരുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലാ നമസ്കാരത്തിലും സുന്നത്തായ ഫർദായ നിസ്കാരത്തിലൊക്കെ നമ്മൾ ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനും വിഷമങ്ങൾ സങ്കടങ്ങൾ മാറാനും നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യത്തിലും വിജയങ്ങൾ കിട്ടാനും വേണ്ടിയൊക്കെ ഉള്ള സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ഒന്ന് ചൊല്ലിയാലോ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള 4 വചനങ്ങളുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള 4 വചനങ്ങൾ. ഈ 4 വചനങ്ങളും ഖുർആനിൽപ്പെട്ടതാ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 4 വാക്കുകളുണ്ട്. പക്ഷേ ആ 4 വാക്കുകളോ അതും ഖുർആനിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ളൊരു വാക്ക്
ഈ ഒരു മനുഷ്യൻ ഈ വാക്ക് ഒരു വട്ടം പറഞ്ഞാൽ സ്വർഗത്തിൽ അവനിക്ക് വേണ്ടി ഒരു മരം നടപ്പെടും, അല്ലെങ്കിൽ കൃഷി ചെയ്യപ്പെടും എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൊക്കെ അത് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രത്യേകതയുള്ള ശ്രേഷ്ഠതയുള്ള ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചു വട്ടം പറയാം. പറഞ്ഞോ, ഒരുപാട് നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 അല്ലാഹുവിൻ്റെ 99 പേരുകളിൽ വളരെയധികം പോപ്പുലറായിട്ടുള്ള, അതായത് എല്ലാവരും ആവേശത്തോടുകൂടി ചൊല്ലുന്ന 2-3 ഇസ്മുകളുണ്ട്, 2-3 പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് യാ ലത്തീഫു യാ അല്ലാ എന്ന പേര്. ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്നൊരു പേരാണ് യാ ലത്തീഫു യാ അല്ലാ. അതിൻ്റെ കൂടെ ജല്ല ജലാലു എന്നുകൂടി ചേർത്താൽ അത് ഇരട്ടി മധുരമാണ്. അങ്ങനെ നമുക്ക് ചൊല്ലിയാലോ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറാൻ, സങ്കടങ്ങൾ മാറാൻ, ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കിട്ടാൻ ഒക്കെ നമുക്ക് പറ്റിയ ഒരു അള്ളാഹുവിൻ്റെ പേരാണ് യാ ലത്തീഫ്. അതിൻ്റെ കൂടെ ജല്ല ജലാലു എന്നുകൂടി ചേർത്ത് നമുക്ക് ചൊല്ലാം. പറഞ്ഞു, യാ ലത്തീഫു ജല്ല ജലാലു, 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 യാ
ലത്തീഫു ജല്ല ജലാലു യാ ലത്തീഫു ജല്ല ജലാലു യാ ലത്തീഫു ജല്ല ജലാലു യാ ലത്തീഫു ജല്ല ജലാലു യാ ലത്തീഫു ജല്ല ജലാലു യാ ലത്തീഫു ജല്ല ജലാലു യാ ലത്തീഫു ജല്ല ജലാലു യാ ലത്തീഫു ജല്ല ജലാലു യാ ലത്തീഫു ജല്ല ജലാലു യാ ലത്തീഫു ജല്ല ജലാലു യാ ലത്തീഫു ജല്ല ജലാലു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അപ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ ഇഖ്ലാസ്, മുഅബ്ബിദത്തൈനി, ഈ 4 സൂറത്തുകളും ഓതിയിട്ട് ദുആരക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അതും കൂടെ ഓതിയിട്ട് ബാക്കി ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ദുആയിനെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ ഇബാദത്തുകളെല്ലാം അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ ശവ്വാൽ മാസം ഞങ്ങൾക്ക് ബറക്കത്തിന്റെ മാസമാക്കണേ അല്ലാ, സലാമത്തിന്റെ മാസമാക്കണേ അല്ലാ, ഖൈറിന്റെ മാസമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് നിന്നിലേക്ക് അടുക്കാനുള്ള മാസമാക്കണേ അല്ലാ. നിന്റെ ബറക്കത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. ഖൈറിന്റെ സലാമത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ഞങ്ങൾക്ക് പറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സുകൾ ഞങ്ങൾ പിരിയുമ്പോ അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മിച്ച് ഞങ്ങളെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നോ അതുപോലെ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ദുആകൾ ഞങ്ങൾ പിരിയുമ്പോ ഹജ്ജ് ചെയ്ത ഹാജിയെ പോലെ ആക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, അബദ്ധങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹു, ഇത് ഞങ്ങളുടെ തൗബയാണ്, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, കൂട്ടുകുടുംബാദികൾ, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, കൂട്ടുകാര്, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, സ്വർഗ
സ്വർഗപ്രവേശനം കൊടുക്കണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ, നിന്റെ കരുണ തരണേ അല്ലാ, നിന്റെ മഗ്ഫിറത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ തരണേ അല്ലാ, ബറക്കത്ത് തരണേ അല്ലാ, കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, അവർക്കെല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ എല്ലാവിധ നന്മകളും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ദ്വാനങ്ങൾക്ക് തരണേ അല്ലാ, അവരോടൊപ്പം ഞങ്ങൾക്കും സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഉമ്മമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ് അല്ലാ. ഇനി നീ അവരെ വേദനിപ്പിക്കല്ല റബ്ബേ, ഇനി നീ അവരെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വാപ്പമാര്. അല്ലാഹു ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബാദികളിൽ പലരും രോഗികളാണ്. ഈ ആമീൻ പറയുന്ന ഉമ്മമാരിൽ പലരും പല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. മാനസികമായ, ശാരീരികമായ, മാരകമായ, രഹസ്യമായ, പരസ്യമായ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഈമാൻ ഫസാദായി പോകുന്ന, അല്ലാഹുവേ നിന്നെ ധിക്കരിച്ച് വർത്തമാനം പറയുന്ന അസുഖങ്ങൾ തരല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ റബ്ബേ, കരൾ കേടാക്കി കളയല്ലേ അല്ലാ, ശ്വാസം മുട്ട് മാറ്റി തരണേ അല്ലാ. അല്ലാഹുവേ സ്ട്രോക്ക് വന്ന് മരണപ്പെടുന്ന അവസ്ഥ, അതുപോലെ തന്നെ ആക്സിഡന്റിൽ പെട്ടുപോകുന്ന അവസ്ഥയെ തൊട്ടെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുകയാണ്. എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നരമ്പിന് പ്രശ്നമുള്ളവരുണ്ട്, അതുപോലെ തന്നെ കൈകാലുകൾക്ക് വേദനയുള്ളവരുണ്ട്, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ ഉള്ളവരുണ്ട്. അല്ലാഹുവേ വെരിക്കോസിന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സോറിയാസിന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളായി കഴിയുന്നു, പ്രത്യേകിച്ച് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത കമന്റിലൂടെ ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ തരണേ റഹ്മാനെ. അല്ലാഹുവേ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ നീ ആ കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാതെ വിഷമിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വാടക വീട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഈ വിനീതന്റെ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ മുഅ്മിനീങ്ങളുടെ വീട് പണി നടക്കുന്നവരുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു ഞങ്ങളുടെ വീട് പണി എല്ലാം നീ പൂർത്തിയാക്കി തരണേ അല്ലാ, അത് ഖൈറിലാക്കണേ അല്ലാ. അവിടുത്തെ താമസമെല്ലാം നീ ബറക്കത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ. അല്ലാഹുവേ വിവാഹ പ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരികൾ. അല്ലാഹുവേ പടച്ചവനെ, സഹോദരിമാരെ, സഹോദരങ്ങൾ, അവർക്ക് നീ ഖൈറായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം മുടങ്ങിപ്പോയവരുണ്ട്, സൗന്ദര്യം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിവാഹം മുടങ്ങിപ്പോയവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ജീവിതത്തിൽ സന്തോഷവും കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ ആത്മഹത്യ ചിന്തിക്കുന്ന അവസ്ഥ നീ വരുത്തല്ല റബ്ബേ. ഈ ശൈത്താന്റെ ശർറിനെ തൊട്ട് കാക്കണേ അല്ലാ. പിശാചിന്റെ കെണിവരകൾ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. മോശം ചിന്തകളെ തൊട്ട്, മോശം പ്രവൃത്തികളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാവർക്കും നീ എല്ലാവിധ നിഅമത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. അല്ലാഹു ഇന്ന് കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. എല്ലാവിധത്തുള്ള ദുശീലങ്ങളെ തൊട്ടും, പ്രത്യേകിച്ച് കഞ്ചാവ്, ലഹരി മരുന്ന്, എല്ലാത്തിനെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കൾ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട്, സ്കൂളുകളിൽ, കോളേജുകളിൽ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മദ്രസകളിൽ പോകുന്നവരാണ് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ, അവർക്കും നീ എല്ലാവിധ നിഅമത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ
റബ്ബേ. മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന മാതാപിതാക്കളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മുൻഗാമികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ഖൈർ തരണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. സ്വസ്ഥത തരണേ അല്ലാ. സമാധാനം തരണേ അല്ലാ. കുടുംബജീവിതത്തിൽ ഐശ്വര്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്. പ്രത്യേകിച്ച് ഗസയിൽ, ഫലസ്തീനിൽ ഇന്ത്യൻ മുസൽമാൻ പല സ്ഥലത്തും പല പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് തരണേ അല്ലാ, അഭിമാനം തരണേ അല്ലാ. അവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ കമന്റിലൂടെ, റഹ്മാനെ പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല, ഉസ്താദെ നിങ്ങൾ ദുആ ഇറക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ആരെല്ലാം കമന്റിലൂടെയും അല്ലാതെയും ദുആ വസിയത്തുകൾ പറയുന്നു, എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവരാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ആ കമന്റ് എഴുതിയ മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. സമാധാനപരമായ ജീവിതം അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മയും തരണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. പരമാവധി എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്ലിസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.